കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് മലയോര ഗ്രാമമായ അങ്ങാടിക്കടവിലാണ്. ലോകത്തെ 134 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിദ്യാഭ്യാസ ശൃംഖലയുടെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് ക്യാമ്പസ്. 2 പതിറ്റാണ്ട് മുമ്പ് അങ്ങാടിക്കടവ് എന്ന കൊച്ചു ഗ്രാമത്തെക്കുറിച്ച് നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. അവിടെ 28 ഏക്കറിൽ ഏറ്റവും ആധുനികമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തുയർത്തുക. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തന ലോകത്ത് ഇന്നുള്ള പല കഴിവ് തെളിയിച്ച മാധ്യമ പ്രവർത്തകരും ഡോൺ ബോസ്കോയുടെ സൃഷ്ടികളാണ്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. നമ്മുടെ 14 ജില്ലകളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് ഡോൺ ബോസ്കോ. ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ടിനെ തേടിയാണ് എത്തിയിട്ടുള്ളത്. ഈ സ്ഥാപനം തുടങ്ങിയ അന്നു മുതൽ ഈ സ്ഥാപനത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഫാദർ ഡോക്ടർ ഫ്രാൻസിസ്, അദ്ദേഹം 32 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ജേർണലിസം മേഖലയിൽ അതുപോലെ തന്നെ കുടുംബജീവിതം ഉൾപ്പെടെ സമസ്ത മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം തുടക്കം ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു പുസ്തകമായിരുന്നു. അത് ഏതാണ്ട് 19ാമത് പതിപ്പ്, ഏതാണ്ട് 1 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം വ്യത്യസ്തത പുലർത്തുന്നതാണ്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡോൺ ബോസ്കോ എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അതിൻ്റെ സ്ഥാപകനെക്കുറിച്ച്, എങ്ങനെ ഈ 134 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വിദ്യാഭ്യാസ സംവിധാനം കണ്ണൂർ ജില്ലയിലെ, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കണ്ണൂർ ജില്ലയിലെ കുഗ്രാമത്തിൽ ആദ്യ കോളേജ് ക്യാമ്പസ് വരുന്നത് എങ്ങനെ, ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സാധാരണ സക്സസ് സ്റ്റോറിയിൽ നിന്ന് നമ്മൾ വ്യക്തിയിലൂടെയാണ് ആദ്യം തുടങ്ങുന്നത്. ഇത് പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങാം. അതുകൊണ്ട് ആദ്യം ഫാദർ ഡോക്ടർ ഫ്രാൻസിസിനെ ഞാൻ സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ വീണ്ടും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഫാദർ ഫ്രാൻസിസ്, ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, എന്താണ് ഈ ഡോൺ ബോസ്കോ? ഈ പേരിൻ്റെ ഉത്ഭവം എന്താണ്? ഡോൺ ബോസ്കോ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഡോൺ ബോസ്കോ ഒരു വിശുദ്ധനാണ്. ഞങ്ങളുടെ 134 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അറിയപ്പെടുന്നത് ഡോൺ ബോസ്കോ. എവിടെയാണ് ഡോൺ ബോസ്കോ ജനിച്ചത്? ഡോൺ ബോസ്കോ ജനിച്ചത് ഇറ്റലിയിലാണ്. അവിടെ തന്നെയായിരുന്നു പ്രവർത്തന മേഖല? അവിടെയായിരുന്നു തുടക്കം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വിദ്യാഭ്യാസമാണ്. ഏത് കാലത്താണ് അദ്ദേഹം ജനിച്ചത്? 1815 ജനിച്ചത്. മരിച്ചത് എപ്പോഴാണ്? 1888 ജനുവരി 31 എപ്പോഴാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്? 1930 ആദ്യം സ്ഥാപിച്ചത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് അദ്ദേഹം ഓർമ്മയുണ്ടോ? ആദ്യത്തെ സ്ഥാപനം പാവപ്പെട്ട യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള തെരുവ് കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമാണ്. അത് മുൻപ് എല്ലാ വൈദികരും അവരുടെ പള്ളികളിൽ ഒതുങ്ങിയിട്ടുള്ള ശുശ്രൂഷയാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഡോൺ ബോസ്കോയ്ക്ക് ഉൾവിളിയുണ്ടായി. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള, ആരാരുമില്ലാത്ത, പാവപ്പെട്ട, അവഗണിക്കപ്പെട്ടിട്ടുള്ള, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള, തെരുവ് തെണ്ടികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന, അങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാലം. മദർ തെരേസയുടെ ഒരു ലെവലിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത്. അപ്പം അങ്ങനെയുള്ള യുവാക്കളിടയിലേക്ക് കടന്നു ചെന്നിട്ട് അവരുമായിട്ട് ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ച് അവരെ സ്വഭാവ വൈശിഷ്ട്യമുള്ളവരാക്കി മാറ്റി അവർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന തരത്തിലുള്ള അവരുടെ അഭിരുചിക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാണ് 1940-കളിൽ 1840-കളിൽ ഒരു പുരോഹിതനായതിനു ശേഷം
അദ്ദേഹം തുടങ്ങി വെച്ചത്. ഈ ഡോൺ ബോസ്കോയുടെ ഒരു ജീവിത പശ്ചാത്തലം എന്തായിരുന്നു? ഡോൺ ബോസ്കോ ജനിച്ചു വളർന്നത് ഇറ്റലിയിൽ വൽദോക്കോ ട്യൂറിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. അപ്പോൾ അമ്മയുടെ വാത്സല്യം, അമ്മയുടെ കരുതൽ, അമ്മയുടെ ശിക്ഷണം, അമ്മയുടെ ആത്മീയത, അതിൻ്റെ നിറവിൽ വളർന്നു വന്ന ജോണി ബോസ്കോയ്ക്ക്, ജോഡി ബോസ്കോ എന്നാണല്ലോ ഫുൾ പേര്. അതെങ്ങനെയാണ് ഡോൺ ബോസ്കോ ആയി മാറിയത്? ഡോണിൻ്റെ അർത്ഥം ഫാദർ എന്നാണ്. ജോണി ബോസ്കോ വൈദികനായപ്പോൾ ഡോൺ ബോസ്കോ ആയി. അപ്പോൾ ഡോൺ ബോസ്കോ ഒരു പുരോഹിതനാകുവാനായിട്ടുള്ള ഒരു ഉൾവിളി ഉണ്ടാകാനായിട്ടുള്ള അടിസ്ഥാന പ്രചോദനം അദ്ദേഹത്തിന് 9ാമത്തെ വയസ്സിലുണ്ടായ ഒരു സ്വപ്നമാണ്. അദ്ദേഹം കുട്ടികളോടൊപ്പം, സഹപാഠികളോടൊപ്പം ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തർക്കമായി, ബഹളമായി, അടിയായി. കളിയിലെ തർക്കം. അങ്ങനെ അടിക്കുന്ന സമയത്ത് ജോണി ബോസ്കോ നല്ല മസിൽ പവറുള്ള ഒരു പയ്യനായിരുന്നു. ആ സമയത്ത് ജോണിയും ഈ പ്രശ്നം ഉണ്ടാക്കിയ കുട്ടികളെ അതിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സൗമ്യതയുടെ മാർഗം തേടുന്നതിന് പകരം ജോണിയും അടിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഇത് സ്വപ്നമാണത്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഈശോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ജോണിയോട് ആ സ്വപ്നത്തിൽ പറയുകയാണ്, അടികൊണ്ടല്ല, ഇടികൊണ്ടല്ല, വടികൊണ്ടല്ല, സ്നേഹം കൊണ്ട് വന്യമൃഗങ്ങളെപ്പോലെയുള്ളവരെ കുഞ്ഞാടുകളെപ്പോലെയുള്ളവരാക്കി നീ മാറ്റണം. 9ാമത്തെ വയസ്സിൽ ഉണ്ടായ സ്വപ്നം ഒരു ഉൾവിളിയാണ്. ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു വഴിത്തിരിവ്, മാറ്റങ്ങൾ ഉണ്ടായി. അത് ഒരു പുരോഹിതനാകാനായിട്ടുള്ള ഉൾവിളിയാണെന്ന് ജോണി ബോസ്കോയ്ക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ജോണി ബോസ്കോ ഇത് അമ്മയുമായിട്ട്, അമ്മ മാർഗരറ്റുമായിട്ട് ഈ സ്വപ്നം പങ്കുവെച്ചു. അപ്പോൾ അമ്മയ്ക്ക് അത് ദൈവത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക വിളിയാണ്, അത് ഒരു പുരോഹിതനാകാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ സെമിനാരി സ്വന്തമായി സഭയാണോ ഈ ഡോൺ ബോസ്കോയുടെ ഒരു സിസ്റ്റം? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന ഒരു രീതി എങ്ങനെയാണ്? ഇത് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു സന്യാസ സഭയാണ്. ആ സഭയ്ക്ക് എന്താണ് പറയുക? ഡോൺ ബോസ്കോ തന്നെയാണോ? അല്ല, സലേഷ്യൻ സന്യാസ സഭയാണ്. അപ്പോൾ അത് ആര് സ്ഥാപിച്ചതാണ്? ഡോൺ ബോസ്കോ സ്ഥാപിച്ച സഭയാണ്. എത്ര വൈദികരുണ്ട് ആ സഭയിൽ ഇപ്പോൾ? ഏറ്റവും കൂടുതൽ വൈദികരുള്ള കത്തോലിക്ക സഭയിലെ സന്യാസ സഭയാണ് ഈശോ സഭയും അതോടൊപ്പം തന്നെ ഡോൺ ബോസ്കോ സ്ഥാപിച്ച സലീഷ്യൻ സഭയും. സന്യസ്തരാണ്. സന്യസ്തർ ഏകദേശം വൈദികരായിട്ട് തന്നെ ഏകദേശം 30,000-ഓളം ലോകം മുഴുവനായിട്ട് ഉണ്ട്. ഈ പ്രസ്ഥാനം ഇറ്റലിയിലാണ് തുടങ്ങിയെങ്കിലും ഡോൺ ബോസ്കോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ മദർ തെരേസ എങ്ങനെയാണോ ലോകത്തിൽ അംഗീകാരം നേടിയത്, അതേ തലത്തിൽ തന്നെ ഡോൺ ബോസ്കോ എല്ലാ പ്രമുഖ രാജ്യങ്ങളിലും സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും പ്രത്യേകിച്ച് യുവതീ-യുവാക്കളുടെ, അതായത് സാധാരണക്കാരായിട്ടുള്ള യുവതീ-യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളെല്ലാം വൻ വിജയമായി തീരുന്നത്. ഈ ഇപ്പം മദർ തെരേസ കൊൽക്കത്തയാണ് ആസ്ഥാനം. ഈ ഡോൺ ബോസ്കോയുടെ ആസ്ഥാനം ശരിക്കും ഇറ്റലിയിൽ തന്നെയാണോ? റോമിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് ആസ്ഥാനം? ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെല്ലാം 12 പ്രോവിൻസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കേരളവും കർണാടകയും ബാംഗ്ലൂർ പ്രോവിൻസിലാണ് കീഴിലാണുള്ളത്. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡോൺ ബോസ്കോയുടെ കീഴിൽ ഈ 134 രാജ്യങ്ങളിലായിട്ടുണ്ട്? കൃത്യമായിട്ട് നമ്പർ എനിക്ക് പറയാൻ ഇന്ത്യയിൽ സ്കൂളുകൾ മാത്രമായിട്ട് 294 സ്കൂളുകൾ ഇന്ത്യയിൽ മാത്രം അത്ര ഇന്ത്യയിലുണ്ട്. ഞാൻ റോം പോയിട്ടുണ്ട്, ഞാൻ ഇറ്റലിയിൽ പോയിട്ടുണ്ട്, ഫ്രാൻസിൽ പോയിട്ടുണ്ട്. എണ്ണമറ്റ സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ 292 സ്കൂളുകളും. എത്ര കോളേജുകളുണ്ട്? 56 കോളേജുകളുണ്ട്. കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ട്? കേരളത്തിൽ
12 സ്കൂളുകളുണ്ട്. എത്ര കോളേജുകൾ? കോളേജുകൾ 6 കോളേജുകളുണ്ട്. അതിൽ ആദ്യത്തെ കോളേജാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം തുടങ്ങി വെച്ച കോളേജാണ് ഡോൺ ബോസ്കോ കോളേജ് അങ്ങാടിക്കടവ്, അല്ലേ? അതെ. ഈ ഡോൺ ബോസ്കോ കോളേജ് കേരളത്തിൽ ഈ മലയോര 20 വർഷം മുമ്പ് കണ്ണൂർ ജില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നിലക്കും വികസിക്കാത്ത, ഇരിട്ടി വരേക്ക് എത്തണി തന്നെ തുഴഞ്ഞെത്തേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ അങ്ങാടിക്കടവ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഈ കോളേജ് സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? 2002 ഈ സ്ഥാപനം തുടങ്ങുവാനായിട്ടുള്ള അനുമതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയത്. ഈ കുഗ്രാമത്തിൽ ഒരു ഓണം കേര മൂല എന്ന് വിശേഷിപ്പിക്കാൻ, മര്യാദയ്ക്ക് റോഡ് പോലും ഇല്ലല്ലോ ഒന്ന്. റോഡില്ല, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് മിക്ക ദിവസങ്ങളിലും ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. 2002 മൊബൈൽ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. ബസ് സർവീസ് ആകെ രാവിലെ ഒരു ബസ് ഉണ്ടാവും, പിന്നെ വൈകുന്നേരം ഒരു ബസ് ഉണ്ടാവും. അപ്പോൾ ഇരിട്ടി ടൗണിൽ നിന്ന് പിന്നെ ജീപ്പിന് എല്ലാ കുറേ സമയം കാത്തിരുന്ന് ജീപ്പിൽ ആളുകൾ നിറയുമ്പോൾ ഇവിടേക്ക് വരാൻ പറ്റുന്ന ഒരിടം, ഒരു അന്തരീക്ഷമുള്ള ഒരു ഗതാഗത സൗകര്യമൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം, ഞാൻ അച്ഛനായിട്ട് കഷ്ടി 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കോളേജ് തുടങ്ങുന്ന സമയത്ത് എന്നോട് വരാനായിട്ട് എൻ്റെ മേലധികാരികൾ ആവശ്യപ്പെടാനുള്ള കാരണം, ആ സമയത്ത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു പ്രീസ്റ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എറണാകുളം നഗരത്തിൽ എഴുത്തിൽ മുഴുകി ഒരു മാസികയുണ്ട്, ഡോൺ ബോസ്കോ മാസിക, മലയാളത്തിലെ ഒരു സെക്യുലർ മാഗസിനാണ്. അതിൻ്റെ എഡിറ്ററായിട്ടും പിന്നെ നഴ്സിംഗ് കോളേജുകളിലൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കോഴ്സൊക്കെ എടുത്ത് ഞാൻ എറണാകുളത്ത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്താണ് എന്നോട് എന്നെ അവിടുന്ന് പറിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. യെസ്, അങ്ങനെ അപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. യെസ്, ഫാദർ ഫ്രാൻസിസ്, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങാനുള്ള നിർദ്ദേശം എങ്ങനെയാണ് വരുന്നത്? ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണം എന്താണ്? ഈ കുഗ്രാമത്തിൽ കോളേജ് തുടങ്ങുവാനായിട്ട് ഉള്ള കാരണം, ബാംഗ്ലൂർ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥൻ ഡോൺ ബോസ്കോയുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? TJ തോമസ്, തണങ്ങാട്ട് തോമസ്. അദ്ദേഹം ജനിച്ചു വളർന്നത് ഈ കുഗ്രാമത്തിലാണ്. തോമസ് ജനിച്ചു വളർന്നത് ഈ അങ്ങാടിക്കടവിലാണ്. അപ്പം അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നഗരങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന ഇടങ്ങളിൽ നിലവാരമുള്ള കോളേജുകൾ ഇവിടെ ഈ കുഗ്രാമത്തിൽ കൊണ്ടുവരണം. ഗ്രാമമാണെങ്കിലും സിറ്റിയിലുള്ള അതേ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു കലാലയം. അപ്പം അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ 5 ഏക്കർ സ്ഥലം ഡോൺ ബോസ്കോയ്ക്ക് സൗജന്യമായിട്ട് തന്നു. തോമസ്. അപ്പോൾ ആദ്യ സല്യൂട്ട് തോമസിനാണ് കൊടുക്കേണ്ടത്. യെസ്. അദ്ദേഹം ജീന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥൻ. ജീന. എവിടെയാണ് അദ്ദേഹം? അവിടെ തന്നെയാണ്, ബാംഗ്ലൂർ തന്നെയാണ്. അദ്ദേഹം മരിച്ചു. മക്കള് കൺസ്ട്രക്ഷൻ കമ്പനി തുടർന്നുകൊണ്ട് പോകുന്നു. അവർ ബാംഗ്ലൂർ തന്നെയാണ്. ബാംഗ്ലൂരാണ്. ഇപ്പം ലീഡിങ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ കലാലയത്തിലെ എല്ലാ ബിൽഡിങ്സും അവരാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ അധികം താല്പര്യത്തോടു കൂടി, തീഷ്ണതയോട് കൂടിയിട്ട്, പാഷനോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പസ് വിഭാവനം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്ത സമയത്ത് മേലധികാരികളെ, അതോടൊപ്പം തന്നെ പൈനിയറായിട്ട് ഉണ്ടായിരുന്ന ഞാൻ മാത്രമല്ല, ബ്രദർ ഷാജിയായിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പൽ, പിന്നെ മറ്റ് വൈദികർ, ഇവിടെ ഒരു കോളേജ് തുടങ്ങുന്നത് ഹിമാലയൻ അബദ്ധമായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. കോടികൾ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ നിങ്ങൾക്ക് കുട്ടികളെ കിട്ടത്തില്ല. ഒരു ഹിമാലയൻ അബദ്ധത്തിന് ഇറങ്ങി പുറപ്പെടണ്ട. നിങ്ങൾ എന്തുകൊണ്ട് സ്ഥലം വാങ്ങിച്ചിട്ട് ഏറ്റവും അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇരിട്ടിയിലെങ്കിലും തുടങ്ങുക, അല്ലെങ്കിൽ തലശ്ശേരി തുടങ്ങുക, അല്ലെങ്കിൽ കണ്ണൂർ തുടങ്ങുക. അപ്പം അങ്ങനെയുള്ള ഒരു പൊതു അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. അതിനെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത് ആ അഭിപ്രായത്തെ? അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ അച്ഛന്മാർക്കും ഉള്ള ഒരു വിശ്വാസവും ബോധ്യവും, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നട്ടെടുത്ത് പുഷ്പിക്കണം. ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ്. അപ്പം അതിനാൽ ഞങ്ങൾ ഒത്തൊരുമിച്ചിട്ട് ഒരു ടീമായിട്ട് ഈ ഗ്രാമത്തിൻ്റെ എല്ലാവിധ സാധ്യതകളും പരിപൂർണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കോളേജ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വേറിട്ട കലാലയമാക്കി മാറ്റണം. എങ്ങനെ വേറിട്ട കലാലയമാക്കി മാറ്റാം? ഒന്നാമതായിട്ട് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, നഗരങ്ങളിലെ കലാലയങ്ങളിലുള്ള അതേ നിലവാരമുള്ള സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്ന 3 കോഴ്സുകൾ MCA ആണ് അപ്രൂവൽ കിട്ടിയത്. MCA, പിന്നെ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, പിന്നെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഏറ്റവും ആദ്യമായിട്ട് ആണ് ഈ ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഞങ്ങൾ അപേക്ഷിച്ചിട്ട് അംഗീകാരം കിട്ടിയത്. അപ്പോൾ ഞാൻ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് പൈനീർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കലാലയത്തിലേക്ക് വന്നത്. കാരണം എൻ്റെ ഫീൽഡ് ജേർണലിസമാണ്. ഞാൻ അതുകൊണ്ടായിരിക്കും ഇത്രയധികം ജേർണലിസം വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, 2002-2003 വർഷം ഇവിടെ ജേർണലിസം തുടങ്ങാനായിട്ട് തീരുമാനിച്ച സമയത്ത് കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന 3 ജേർണലിസം ഓഫർ ചെയ്യുന്ന സെൻറ്ററുകൾ, ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തേഞ്ഞിപ്പാലം, അവിടെയാണ് ഞാൻ പഠിച്ചത്. രണ്ടാമത്തേത് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. മൂന്നാമത്തേത് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അവിടെ സെൽഫ് ഫിനാൻസിങ് ആണ്. അപ്പം നാലാമതൊരു PG പ്രോഗ്രാം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജേർണലിസം ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് വന്ന കുട്ടികൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു. കാരണം പിന്നെ കോഴ്സിന് താല്പര്യമുണ്ട്, പക്ഷേ ഇടമില്ല. ഇവിടെ വന്നപ്പോൾ വന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും ആശങ്കയാണ്, ഇവിടെ എങ്ങനെ ജേർണലിസം പഠിപ്പിക്കും? ജേർണലിസം പഠിക്കുന്നുണ്ടെങ്കിൽ നഗരത്തിൽ പോയി പഠിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പേരൻസ് വന്ന് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം എന്താണ്? വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണുക. അങ്ങനെയാണ് ഈ ക്യാമ്പസിന്റെ ആദ്യ കോഴ്സുകൾ തുടങ്ങുന്നത്. ഇപ്പൊ എത്ര കോഴ്സുകളുണ്ട് ഈ ക്യാമ്പസിൽ? ഇപ്പോൾ 16 കോഴ്സുകളുണ്ട്. അന്ന് ആദ്യത്തെ ബാച്ചിൽ എത്ര കുട്ടികളായിരുന്നു? ആദ്യത്തെ ബാച്ചിൽ 8 കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു ജേർണലിസം. ഇപ്പൊ നമ്മളെ ക്യാമ്പസിൽ മൊത്തം എത്ര കുട്ടികൾ? ഇപ്പോൾ 1100ഓളം കുട്ടികളുണ്ട്. ഈ 20 വർഷത്തിനിടയ്ക്ക് ക്യാമ്പസ് നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ള അക്കാഡമിക് എക്സലൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കാഡമിക് എക്സലൻസ്, മികവുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ടുള്ള മാനദണ്ഡം റിസൾട്ടാണ്. ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ പ്രധാനപ്പെട്ട കോഴ്സുകൾക്കൊക്കെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ഈ കലാലയത്തിൽ നിന്നാണ്. അപ്പോൾ MCJ ജേർണലിസത്തിലാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ വർഷം തന്നെയാണ് ആധിപത്യം. ആദ്യത്തെ 8 റാങ്കുകൾ വരെയും ഡോൺ ബോസ്കോയ്ക്കാണ്. പിന്നെ MSW ആദ്യത്തെ പ്രധാന റാങ്കുകളെല്ലാം ഡോൺ ബോസ്കോയ്ക്കാണ്. പിന്നെ സൈക്കോളജി, MSc സൈക്കോളജി, പിന്നെ BSc സൈക്കോളജി, BSW, ഈ കോഴ്സുകൾക്കൊക്കെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സായിട്ട് വർഷങ്ങളായിട്ട് വരാറുള്ളത് ഡോൺ ബോസ്കോയാണ്. പിന്നെ പാസ് പെർസെൻറ്റേജ്, എത്ര ശതമാനം കുട്ടികൾ പാസ്സാവുന്നുണ്ട്, യൂണിവേഴ്സിറ്റി പാസ് പെർസെൻറ്റേജിൻ്റെ ഒക്കെ മറികടന്നുകൊണ്ട് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിനേക്കാൾ മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ അതേ നിലവാരം പുലർത്തുന്നതോ ആയിട്ടുള്ള പാസ് പെർസെൻറ്റേജ് ആണ് ഓരോ വർഷവും നമ്മൾ ഉറപ്പാക്കുന്നത്. പഠനത്തിൽ നമ്മൾ ഉന്നത നിലവാരം പുലർത്തുന്നു. പഠനേതര പ്രവർത്തനങ്ങൾ എന്തൊക്കെ? വെറും പഠിപ്പിക്കലും മാത്രമേ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ദീപിക പത്ര നമ്മൾക്ക് ഈ 2024 അക്കാഡമിക് എക്സലൻസ് അവാർഡ് നമുക്ക് തന്നു. ദീപികയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും ഇവിടുത്തെ സ്റ്റുഡൻസുകളായിരുന്നു. ഇവിടുത്തെ പ്രൊഡക്റ്റാണ്. മനോരമയിലുണ്ട്, എല്ലാ മാധ്യമങ്ങളിലും ഡോൺ ബോസ്കോയിലെ കുട്ടികൾ, ചാനലുകളിലൊക്കെ ഒത്തിരി സഹപ്രവർത്തകരെ നമ്മൾ കാണാറുണ്ട്. വേറെ നമ്മൾ പഠനം അല്ലാതെ പഠനേതര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ? രണ്ടാമതായിട്ട് ഈ കലാലയത്തെ വേറിട്ട് നിർത്തുന്നത് ഇത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഹബ്ബാണ്. എന്തൊക്കെയാണ്? ഇപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കലോത്സവമാണ്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഒരു 1.5 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യവും പൈതൃകവുമുള്ള കലാലയം കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കുണ്ട്.
ആ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ട് മാറ്റുരച്ചിട്ടാണ്. അതായത് 140ഓളം കോളേജുകളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലടക്കം 140ഓളം കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് വർഷങ്ങളായി 4 അല്ലെങ്കിൽ 5 സ്ഥാനം ഓവറോൾ കായിക രംഗത്തും നമുക്ക് 5 അല്ലെങ്കിൽ 6 സ്ഥാനത്തെത്തുന്നുണ്ട്. ഇവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ക്യാമ്പസിന്റെ പ്രത്യേകതകൾ? ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ക്യാമ്പസ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്, പക്ഷെ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഈ കലാലയത്തിൽ ഒന്നാമതായിട്ട് എനിക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും അത്ഭുതത്തോടെ കാണുന്നത് ഈ കോളേജിലുള്ള തിയേറ്റർ കം ഓഡിറ്റോറിയമാണ്. അത് നമ്മൾ 7.5 കോടി രൂപ മുടക്കിയിട്ടാണ് ആ ഓഡിറ്റോറിയം ഉണ്ടാക്കിയത്. 7.5 കോടി, അതൊരു സ്വാശ്രയ കോളേജ്. ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ബാൽക്കണി, 2 ബാൽക്കണിയോട് കൂടിയിട്ട് എയർ കണ്ടീഷനായിട്ടുള്ള, പിന്നെ നമ്മൾ തിയേറ്ററിലുള്ള അതേ ഫീല്, ചെയർ ഫീല്, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം, ഏറ്റവും മികവുള്ള സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റിക് ഡിസൈൻ ഉറപ്പാക്കിക്കൊണ്ടുള്ള എവിടെയൊക്കെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്? ഈ വർഷങ്ങളായിട്ട് ഈ കലാലയം ഒരു സ്വാശ്രയ കോളേജ് ആണെങ്കിൽ തന്നെയും ഇവിടെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഉള്ള, അതോടൊപ്പം തന്നെ സമസ്ത മേഖലകളിലും കുട്ടികളുടെ കഴിവ് വികസിപ്പിച്ചെടുക്കുവാനായിട്ടുള്ള സാധ്യതകളും അവസരങ്ങളും അതോടൊപ്പം തന്നെ പരിശീലനവും കൊടുക്കുന്നത് കൊണ്ട് വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ പുറത്തു നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കും. അധ്യാപകരെങ്ങനെയാണ് ഇവിടുത്തെ അധ്യാപകരൊക്കെ? ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് വരുന്നത്? കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. കേരളത്തിൽ ഇപ്പം ഈ വർഷം സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള അധ്യാപകരിൽ ഒരാൾ പിന്നെ അരുണാചൽ പ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള. താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ടോ? ഹോസ്റ്റൽ സൗകര്യം നമ്മൾ ഇവിടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് 3 ഹോസ്റ്റലുകളുണ്ട്. പിന്നെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഹോസ്റ്റലുണ്ട്. അവിടെ 160 ആൺകുട്ടികൾ ആ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്. ഏകദേശം 460 കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. ഈ 1100 കുട്ടികളിൽ പകുതി പേരും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഒരു ന്യൂ ജനറേഷനെ കൊണ്ടു നടക്കാൻ കുറച്ച് പണിയാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ സ്ട്രാറ്റജി ഡോൺ ബോസ്കോയുടെ സ്ട്രാറ്റജിയാണ്. ഡോൺ ബോസ്കോ അന്ന് ആ സ്വപ്നത്തിൽ കിട്ടിയ ദൗത്യം വന്യമൃഗങ്ങളെ പോലെയുള്ളവരെ സ്നേഹം കൊണ്ട് കരുതൽ, അതിൻ്റെ മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷത്തിലുടനീളം കുട്ടികളെ ബിസിയാക്കി ഇടുകയാണ്. അപ്പോൾ ടൈറ്റാണ്, കംപ്ലീറ്റ് സമയം കിട്ടൂല. ഇവിടെ നമ്മൾ പുസ്തകപ്പുഴുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി അല്ല. നമ്മൾ പഠനത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കോളേജിലേക്ക് വരുന്ന കുട്ടികളുടെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള 3 അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ 2 വർഷം, അത് എന്തെന്നില്ലാത്ത നിർവൃതി, അതോടൊപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരിടമായിട്ട് മാറണം. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ ക്യാമ്പസുകളിൽ പുതിയ കോഴ്സുകൾ വന്നേ പറ്റൂ. പഴയകാല സിലബസ് അനുസരിച്ചോ കോഴ്സുകൾ അനുസരിച്ചോ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡോൺ ബോസ്കോയിൽ അത്തരത്തിലുള്ള ഏതൊക്കെ ആധുനിക കോഴ്സുകളാണ് നിലവിലുള്ളത്? ഈ കലാലയം കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ദീർഘവീക്ഷണത്തോടെ പോകുന്ന, വലിയൊരു ദർശനത്തോടു കൂടി പോകുന്ന കലാലയമാണ്. അപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ട്രഡീഷണൽ കോഴ്സുകൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത ഒരു കാലം വന്നിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിൽ ന്യൂജൻ കോഴ്സ്, അതായത് BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അത് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് അഫിലിയേറ്റഡ് കോളേജിൽ തുടങ്ങുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അവൈലബിൾ ആണ്. ഒരു അഫിലിയേറ്റഡ് കോളേജിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഡോൺ ബോസ്കോയിലാണ്. അത് കഴിഞ്ഞ വർഷം തുടങ്ങി. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാത്സിന് പൊതുവെ കുട്ടികൾക്ക് താല്പര്യമില്ല, ഫിസിക്സിന് താല്പര്യമില്ല, സുവോളജി, കെമിസ്ട്രി, ഇതിനൊക്കെ കുട്ടികൾക്ക് ഡിമാൻഡ്. ജേർണലിസത്തിന്
പിന്നെ ഇപ്പം ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ ജേർണലിസം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ട്രഡീഷണൽ കോഴ്സ് ഡിമാൻഡ് കുറഞ്ഞതോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും 2 ന്യൂജൻ കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ വർഷം അനുമതി ഉറപ്പാക്കി. ഒന്ന് BSc സൈബർ സെക്യൂരിറ്റി, രണ്ടാമത്തേത് BSc ഡേറ്റ അനലിറ്റിക്സ്. അപ്പോൾ ഈ പുതിയ കോഴ്സുകൾക്ക് കേരളത്തിൽ സിലബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എക്സ്പേർട്സുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൊടുത്ത് അവിടെ ഒരു വിദഗ്ധ സമിതി ഇരുന്ന് അത് അപഗ്രഥനം നടത്തിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പാക്കേജാണ് ഈ പുതിയ സിലബസിൽ വരുന്നത്. ഈ പുതിയ 4 വർഷത്തെ കോഴ്സ് എങ്ങനെയാണ്? വളരെ ചുരുങ്ങിയ വാക്കുകൾ ഡിഗ്രി കോഴ്സുകൾ. 4 ഇയർ UG പ്രോഗ്രാം ഈ കോളേജിൽ കുട്ടികൾക്ക് വലിയ ഓപ്ഷൻസിൻ്റെ ബാസ്ക്കറ്റാണ് കൊടുക്കുന്നത്. കാരണം ഇവിടെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇവിടെ നമുക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ലിറ്ററേച്ചറുണ്ട്, ഇവിടെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ജേർണലിസം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനാൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ഇപ്പോൾ 4 വർഷ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിക്കും അവർക്ക് താല്പര്യമുള്ള, അവന് അല്ലെങ്കിൽ അവൾക്ക് താല്പര്യമുള്ള വിഷയം ഓരോ സെമസ്റ്ററിനും തുടക്കത്തിൽ തിരഞ്ഞെടുക്കാം. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ ഒരു ബാസ്ക്കറ്റ് കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കലാലയങ്ങളിൽ ഒന്ന് ഡോൺ ബോസ്കോ. ഞാൻ ആദ്യം തന്നെ ഈ ഒരു പുസ്തകമാണ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ്. നമുക്ക് പഴയ കാലത്ത് നമുക്ക് ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. പ്രേക്ഷകരിൽ പലരും ഒരു 50 പിന്നിട്ടവർ ആലോചിക്കും ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന പുസ്തകം എടുത്തിട്ട് നമ്മൾ പലരും ഇതിൻ്റെ സഹായത്തോടെയാണ് പഠിച്ചിരുന്നത്. അന്ന് ഇത് നമുക്ക് ഒഴിവാക്കാനാത്ത എല്ലാ വീട്ടിലും ഏതൊരു സാധാരണക്കാരനായാലും സമ്പന്ന അവൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ 19ാമത് പതിപ്പാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട്, SDB. എന്താണ് ഈ SDB? സൊല്യൂഷൻസ് ഓഫ് ഡോൺ ബോസ്കോ. ഡോൺ ബോസ്കോ ആ സമൂഹത്തിൻ്റെ പേരാണ്. അങ്ങനെ നോക്കണം. അത് കഴിഞ്ഞ് 32 പുസ്തകങ്ങൾ, ചിലത് അദ്ദേഹം എഴുതിയ ഒന്ന് ഇതാണ്, ആത്മീയതയുടെ റോൾ മോഡലുകൾ. അതിനകത്ത് ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടാൽ അറിയാം. ഒന്ന് നമ്മുടെ മദർ തെരേസ ആണെങ്കിൽ മറ്റൊന്ന് APJ ആണ്. നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ 2 വ്യക്തികളാണ്. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയാൽ നമുക്ക് കാണാം മാറിയ വിദ്യാർത്ഥികളും മാറേണ്ട അധ്യാപകരും. ഇത് ആളുകൾ പറയാൻ മടിക്കുന്ന ഒന്നാണ്. അധ്യാപകരോട് ആരോടും മാറണമെന്ന് പറയില്ല. അവർക്ക് അനുസരിപ്പിച്ച ശീലമുള്ളൂ, അവരെ ആരും അനുസരിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഇപ്പുറത്തും മറ്റൊന്നിലേക്ക് പോയാൽ മക്കളുടെ സുസ്ഥിരവും സുരക്ഷിതവും വളരെ പ്രാധാന്യം ഏത് കാലഘട്ടത്തിലും മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മാധ്യമങ്ങൾ ചെയ്യുന്നതും നാം ചെയ്യേണ്ടതും. മാധ്യമങ്ങൾ ചെയ്യുന്ന പല പണിയും ഇന്ന് സമൂഹത്തിന് അരോചകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ പലത് ചെയ്യുമ്പോൾ നാം എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഈ പുസ്തകത്തിലൂടെ. ഇനി ഒന്ന് ദാമ്പത്യത്തെക്കുറിച്ചാണ്. വിവാഹം കഴിക്കാത്ത സന്യാസി സമൂഹമല്ലേ എങ്ങനെ അല്ലേ? അതെ. അപ്പോൾ ദാമ്പത്യത്തിലെ സമകാലിക വെല്ലുവിളികളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവിൽ നിന്നാണ്. പിന്നെ ജേർണലിസത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇങ്ങനെ 32 ഉണ്ട്. ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മുമ്പ് കിടക്കാം. അച്ഛൻ എവിടെയാണ് ശരിക്കും ജനിച്ചത്? ഞാൻ ജനിച്ചത് ഒരു കുഗ്രാമത്തിലാണ്. എവിടെയാണ് സ്ഥലം? കോഴിക്കോട് ജില്ലയിൽ നഗരത്തിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെ കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടി ഇപ്പോൾ വലിയ ടൗണാണ്. മാതാപിതാക്കൾ കൃഷിക്കാരാണ്. എന്തൊക്കെയാണ് പേര് അവരുടെ? അവര് ചാക്കോ ചായൻ എന്നാണ് പറഞ്ഞത്. മരിച്ച് 2003 മരിച്ചു. അമ്മച്ചി ത്രസ്യാമ്മ 2023 ഫെബ്രുവരി 23 മരിച്ചു. എവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തതാണ് നിങ്ങൾ നാട്ടിൽ നിന്ന്? കോട്ടയത്ത് എവിടെ നിന്ന്? ചെങ്ങളം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 12 മക്കൾ. അച്ഛൻ എത്രാമത്തെ ആളാണ്? ഞാൻ 10ാമത്തെയാണ്. 12 മക്കൾ. അവരെവിടേക്കാണ് ഇപ്പോൾ ഉള്ളത്? പല സ്ഥലങ്ങളിലായിട്ട്. ഒന്ന് പേര് പറയാൻ പറ്റും? ഇനിയുള്ള കാലത്ത് ഒരു 12 മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ പോലും കഴിയില്ല. ആ മാതാപിതാക്കൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നു. ഒന്ന് പേര് പറയാൻ പറ്റുമോ? ഏറ്റവും മൂത്ത ചേച്ചി എൽസി, പിന്നെ തങ്ക രണ്ടാമത്തെ ചേച്ചി, മൂന്നാമത്തേത് പിന്നെ മൂന്നാമത്തെ 4ാമത്തെ സിസ്റ്റർമാരാണ് സൂസൻ, ദിവ്യ, ഏറ്റവും ഇളയാള് ഷാൻഡി.
പിന്നെ 7 ബ്രദേഴ്സാണുള്ളത്. 6 ബ്രദേഴ്സ്, ഞങ്ങളൊക്കെ 7 പേരാണ്. 6 4 12 7 5 12 7 5 12 യെസ്. 6 4 10 7 5 12 യെസ്. ഏറ്റവും മൂത്ത ഏട്ടൻ മരിച്ചു. 4 ബാക്കി 11 പേരും ഉണ്ട്. ലൈവാണ് വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായി. എന്താണ് ആ ബാല്യകാലം ഒന്ന് ഓർക്കാൻ പറ്റുമോ? കാരണം 12 മക്കളെയൊക്കെ അന്ന് പോറ്റുമ്പോൾ കൃഷിക്കാരായിരുന്നു, കാർഷിക മേഖലയിൽ. എങ്ങനെയാണ് ചെറുപ്പകാലം ഈ 12 പേരിൽ 10ാമത്തെ ആളാണോ? 10ാമത്തെ ആളാവുമ്പോൾ ആ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? അത് രസകരമായിട്ടുള്ള, പ്ലീസ്. ഇനിയുള്ള കാലത്ത് ഒരാൾക്ക് പറയാൻ കഴിയില്ല. രസകരമായിട്ടുള്ള ബാല്യകാലമാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കറണ്ട് വന്നത്. അപ്പൊ കറണ്ട് ആലോചിച്ചു, അച്ഛൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വീട്ടിൽ കറണ്ട് വരുന്നത്. കറണ്ട് ഇല്ല, ഫോണില്ല. അപ്പോൾ ഗ്രാമപ്രദേശമാണ്. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയിരുന്നത് 1.25 മണിക്കൂർ നടന്നിട്ടാണ്. രാവിലെ എഴുന്നേറ്റ്, അപ്പോൾ എല്ലാ കൃഷിക്കാർക്കും കന്നുകാലികളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു സ്റ്റേഷനറി കടയും ചായക്കടയും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് അവിടെ പോയി സഹായിക്കും. എന്നിട്ട് അവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എരുമ ഉണ്ട്, വീട്ടിൽ പശുക്കളുണ്ട്, അവരെയൊക്കെ അതിനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പുല്ലുള്ള സ്ഥലത്ത് കെട്ടും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീട് തൊട്ട് മുന്നിൽ തോടുണ്ട്, അവിടുന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി നടപ്പാണ്. എത്ര പേര് ഒരുമിച്ച് നടക്കുക? ഈ 12 പേരിൽ എത്ര പേര് ആ സമയത്ത് കൂടെ വരുന്നുണ്ട് പഠിക്കാൻ? അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ്. എൻ്റെ മൂത്തവരൊക്കെ ഏറ്റവും മൂത്ത ചേട്ടൻ കൃഷി തന്നെയാണ്. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ എത്ര പേരായിരിക്കും ഒരു വീട്ടിൽ നിന്ന് ഒരുമിച്ച് ക്യാമ്പസിൽ സ്കൂളിലേക്ക് പോകുന്നുണ്ടാകുക 12 പേരിൽ? പിന്നെ അയൽവക്കത്തുള്ള ഏതാണ്ട് ഒരുമിച്ചാണ് പോകുന്നത്. അയൽവക്കത്തുള്ള വീടുകളിൽ. കറണ്ട് വന്ന അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്ന് ഓർക്കാൻ പറ്റുമോ? ഞങ്ങൾ മണ്ണെണ്ണവിളക്കിലാണ് പഠിച്ചത് 10ാം ക്ലാസ് വരെയും. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പെട്രോമാക്സ്, ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ പെട്രോമാക്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ. അവിടെയാണ് PT ചാക്കോ മരിച്ചത്. ഏറ്റവും അവസാനത്തെ ഫംഗ്ഷൻ അവിടെ വെച്ചായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ വെച്ചായിരുന്നു, കേരള കോൺഗ്രസിൻ്റെ സ്ഥാപനം. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് പിന്നെ അവിടെ ഗതാഗത സൗകര്യം PT ചാക്കോ നഗർ എന്ന് പറയുന്ന ഒരു ഇടമുണ്ട്. അവിടെ നഗറിന് പേര് വരാൻ കാരണം PT ചാക്കോ മരിച്ചത് അവിടെ വെച്ചാണ്. ആ മണ്ണിൽ വെച്ചാണോ? ആ ഗ്രാമത്തിന്റെ പേരെന്താ പറഞ്ഞത്? അത് മുറ്റത്ത് പ്ലാവ്. മുറ്റത്ത് പ്ലാവ് എന്ന ഗ്രാമത്തിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അത് എൻ്റെ നാടാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെയുള്ള ആളുകൾ പിന്നെ എന്തെല്ലാം അപേക്ഷിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടി. ആധുനിക സൗകര്യങ്ങളിലേക്ക് നമ്മൾ മാറി. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെ ഓർക്കുമ്പോൾ, അധ്യാപകരെ സുഹൃത്തുക്കളെയൊക്കെ ഓർമ്മ വരുമ്പോൾ? ഞങ്ങൾ പിന്നെ 10ാം ക്ലാസ് വരെയും ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നുള്ള. സ്കൂൾ ഏതാണത്? അത് MCBS അച്ഛന്മാർ നടത്തുന്ന ഒരു സ്കൂളാണ്, മലയാളം മീഡിയം സ്കൂള്. അപ്പോൾ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് വന്ന എനിക്ക് ഇംഗ്ലീഷ് വളരെ വീക്കായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡോൺ ബോസ്കോ സെമിനാരിയിൽ വൈദികനാകാനായിട്ട് പോയി. 4 പേരല്ലേ സിസ്റ്റേഴ്സ് ആയിട്ടുള്ളത്? 2 പേര്. അച്ഛന്മാർ എത്ര പേരുണ്ട് വീട്ടിൽ നിന്ന്? ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. എങ്ങനെയാണ് താങ്കൾക്കൊരു വൈദികനാണുള്ള ഒരു ബോധം വരുന്നത്? അത് ഒരു ഉൾവിളിയാണ്. എപ്പോ? അത് പിന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ രീതികളും എൻ്റെ ശീലങ്ങളും ഒക്കെ ഒരു ആത്മീയതയുടെ വഴിയിലേക്കുള്ള എൻ്റെ അമ്മ ഒത്തിരിയേറെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിച്ച് ഒത്തിരിയേറെ പ്രചോദിപ്പിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു എന്താ പറയുക ശീലം, ഒരു പൈതൃകം. അത് വർഷങ്ങളായിട്ടുള്ള ഒരു പൈതൃകം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ദേവിളി ക്യാമ്പിന് പോയി ഡോൺ ബോസ്കോയിൽ ചേർന്നു. അപ്പോൾ ഡോൺ ബോസ്കോയിൽ സെമിനാരിയിൽ ചേരുമ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് എന്താണോ ഉൾവിളി. അപ്പം ഞാൻ സെമിനാരിൽ ചേർന്നു. ഞാൻ ചേർന്ന സമയത്ത് 48 പേരുണ്ടായിരുന്നു. പക്ഷെ ആകെ 4 പേരെ വൈദികരായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഘട്ടം ഘട്ടമായിട്ട് 48 പേരിൽ ബാക്കി 44 പേരും സ്ഥലം വിട്ടു പോയി. അത് പല പിടിച്ചു നിന്ന് 4 പേരിൽ ഒരാള് ഫ്രാൻസിസ് ആണ്. അതെ അതെ, എളുപ്പമല്ല. അപ്പം അങ്ങനെ സെമിനാരിയിൽ വന്നതിന് ശേഷമാണ്
ഞാൻ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. പ്രീ ഡിഗ്രി എവിടെയായിരുന്നു? സെമിനാരിയിലായിരുന്നു. അവിടെ കോളേജ് ഏതായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്? കോളേജല്ല, ഞങ്ങളുടെ സെമിനാരിൽ തന്നെ പ്രീ ഡിഗ്രി ഹ്യൂമാനിറ്റീസ് നമ്മൾ തന്നെ പ്രൈവറ്റായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പിന്നെ പോയത്. അതെവിടെയായിരുന്നു? അത് സെൻറ് തോമസ് കോളേജ് തൃശ്ശൂർ. ആ കോളേജ് കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് വഴുത്തിരി കൊണ്ട് അവിടെ വെച്ചാണ്. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് ആ സമയത്ത് റെക്കോർഡ് മാർക്കോട് കൂടിയിട്ടാണ് എനിക്ക് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സാറ്, അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഒരു സംസ്ഥാനതല ഉപന്യാസ മത്സരം കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഈ കോളേജിൽ നിന്ന് പങ്കെടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവണം. ആരും മുന്നോട്ട് വന്നില്ല. വിഷയം ഇതായിരുന്നു, ദ റോൾ ഓഫ് NRIs ഇൻ ഇന്ത്യാസ് ഡെവലപ്മെന്റ്. ഒരു ബന്ധമില്ലാത്ത മേഖലയാണുള്ളത്. ഇപ്പം ഞാൻ ലിറ്ററേച്ചറാണ് വിളിക്കുന്നത്. അത് പിന്നെ ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അപ്പോൾ സാറിനോട് പറഞ്ഞു, ബ്രദർ ഫ്രാൻസിസ് ഡോൺ ബോസ്കോ എന്നുള്ള ആളാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് ബ്രദർ ആ മത്സരത്തിൽ പങ്കെടുക്കണം. അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഉപന്യാസം തയ്യാറാക്കി ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് സംസ്ഥാന തലത്തിൽ പ്രൈസ് കിട്ടി. അതാണ് ഒരു വഴിത്തിരിവ്. അതാണ് എഴുത്തിന്റെ ലോകത്തേക്ക് കടക്കാനുള്ള ഒരു പ്രേരണയായി മാറിയത്. അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തിൽ കിട്ടിയ ഏതാനും മാസങ്ങൾക്ക് ശേഷം ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ മുംബൈ ദേശീയ തലത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഉപന്യാസ മത്സരം, വിഷയം ദ റോൾ ഓഫ് ന്യൂക്ലിയർ പവർ ജനറേഷൻ ഇൻ ഇന്ത്യാസ് ഡെവലപ്മെന്റ്. വ്യത്യസ്ത മേഖലകളിലുള്ള സാധനമാണ് കയ്യിൽ വന്ന് പഠിച്ചത് അല്ലേ? അപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, സംസ്ഥാനത്തിൽ പ്രൈസ് കിട്ടിയ ആളല്ലേ, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദേശീയ തലത്തിൽ. അപ്പൊ ഞാൻ വിഷയം മാറി. പക്ഷേ ലൈബ്രറി പോയിട്ട് ഞാൻ പുസ്തകങ്ങൾ കുറേ വായിച്ചിട്ട് ഞാൻ അത് എഴുതി ബാർക്കിലേക്ക് അയച്ചു. ദേശീയ തലത്തിൽ എനിക്ക് പ്രൈസ് കിട്ടി. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ AC ട്രെയിനിൽ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ പോകുന്നു. ട്രെയിനിൽ അവിടെ 10 ദിവസം അവരുടെ ഈ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ എനിക്ക് താമസം, പിന്നെ എൻ്റെ ഉപന്യാസം അവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ശാസ്ത്രജ്ഞന്മാരുടെ മുന്നിൽ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രസൻറ്റേഷൻ സ്കിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരുന്നുകൊണ്ട് ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡയറക്ടർ എന്നെ വിളിച്ചു, യു ക്യാൻ ജോയിൻ ഹിയർ ആസ് PR, പബ്ലിക് റിലേഷൻസ് ഓഫീസർ. അപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ്, നീ 10 ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പം എന്നെ ആ 10 ദിവസത്തിനുള്ളിൽ തന്നെ 4 പ്രാവശ്യം ഈ ഓഫറുമായിട്ട് പാക്കേജുമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് അവർ എന്നെ വിളിച്ച് സംസാരിച്ചു. PRO പോസ്റ്റിലേക്ക് ഫ്രീ അക്കോമഡേഷൻ. അത് പറയാനില്ലല്ലോ പക്ഷേ എൻ്റെ ഉൾവിളി ഒരു പുരോഹിതനാകുക. അപ്പം ഞാൻ ഇതിന് അവസാനം പറഞ്ഞു, ഞാനൊരു വൈദികനാകാനായിട്ട് ഉള്ള തീരുമാനം എടുത്തിട്ട് പോന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഹാപ്പി ആകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പുരോഹിതനാകണം. അതാണ് എൻ്റെ. ആരിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിച്ചത്? ഞാൻ പുരോഹിതനാകുന്നത് താമരശ്ശേരി രൂപതയിലുള്ള ആരായിരുന്നു അന്നത്തെ ബിഷപ്പ്? ആ സമയത്ത് പോളായിരുന്നു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിക്കുന്നത്. ഈ എഴുത്തിൻ്റെ ഈ 32 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. അങ്ങനെ എഴുത്തിൻ്റെ ഒരു വഴിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഒരുങ്ങുന്നത്? ആദ്യം ഈ ഇത്തരത്തിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു നമ്മൾ ഗൈഡ് എന്നാണ് പറയാം ആ കാലത്ത്, അതെങ്ങനെയാണ് അത് നിർമ്മിക്കാൻ, അത് എഴുതാനുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായത്? ഞാൻ അരുണാചൽ പ്രദേശിൽ വൈദികനാവുന്നതിന് തൊട്ട് മുമ്പൊരു 4 മാസം അവിടെയുള്ള ട്രൈബൽ ഏരിയയിൽ പോയി താമസിച്ചു. അവിടെയുള്ള ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത സാധാരണ കുട്ടികളെ ഇംഗ്ലീഷ് എങ്ങനെ പഠിപ്പിക്കാം, അതിനൊരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചു.
അത് അവിടെ പ്രയോഗിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് ഒരു വിഴിഞ്ഞെന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഒരു 3 മാസം ഉണ്ടായിരുന്നു. അവിടെ യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് തുടങ്ങി. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുരോഹിതനായത് 2000 ഡിസംബർ 30 അതിനുശേഷം 6 മാസം ചെമ്പുമുക്ക്, അതായത് എറണാകുളം നഗരത്തിൽ തന്നെയുള്ള ഒരു പള്ളിയിൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഞായറാഴ്ച ഒരു പ്രപ്പോസൽ പള്ളിയിലുള്ള ആളുകൾ കൊടുത്തു. ഞാൻ യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് കോഴ്സ് നടത്താൻ പോവാണ്. താല്പര്യമുള്ള കുട്ടികൾ 30 പേരെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ 30 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മണിക്കൂർ ക്ലാസ് തുടങ്ങിയതാണ്. അത് ഒത്തിരിയേറെ ആളുകൾ അറിഞ്ഞിട്ട് രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെയും പല ബാച്ചുകളായിട്ട് ഞാൻ സൗജന്യമായിട്ട് ചെറിയ മിനിമം ഫീസ് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ തുടങ്ങിയ ആ സംരംഭം ഏറ്റവും ലളിതമാണ്, പെട്ടെന്ന് കുട്ടികളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആയാസരഹിതമായിട്ട് രസകരമായിട്ട് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് അതാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ്. ഫാദർ ഫ്രാൻസിസ്, താങ്കളുടെ വിദേശത്തേക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ മേഖലകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്? ഞാൻ ഒരു എഴുത്തുകാരനായതുകൊണ്ട് പിന്നെ ഒരു പ്രഭാഷകനും ആയിരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ സമ്മേളനങ്ങളിൽ അന്തർദേശീയ ഇൻ്റർനാഷണൽ സെമിനാർ പ്രസൻറ്റേഷൻസ്, അതോടൊപ്പം എഴുത്തുകാരുടെ സംഗമം. ഏതൊക്കെ രാജ്യങ്ങളിലാണ്? ഞാൻ ഏറ്റവും ആദ്യം പോയത് റോമിലാണ്. അപ്പോൾ റോമിൽ എഡിറ്റർമാരുടെ ഒരു സംഗമത്തിൽ ഞാൻ പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇറ്റലി, റോം മുഴുവൻ കവർ ചെയ്തു. പിന്നെ പാരീസിൽ പോയി. പാരീസിൽ എന്തിനായിരുന്നു പോയത്? പാരീസ് ഇതുപോലെ തന്നെ എഴുത്തുകാരുടെ ഒരു സംഗമത്തിന് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് പാരീസിലുള്ള പ്രധാന മ്യൂസിയങ്ങൾ സന്ദർശിച്ചു. പിന്നെ ഞാൻ തായ്ലൻഡിൽ പോയിട്ടുണ്ട്. അതും എഴുത്തുകാരുടെ ഒരു സംഗമത്തിന് പോയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ 1 മാസം എൻ്റെ മേലധികാരികൾ എനിക്ക് ഒരു പ്രത്യേക അനുമതി തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പോഷർ എന്ന രീതിയിൽ എന്നോട് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന സർവകലാശാല, അങ്ങനെ ഞാൻ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സർവകലാശാല MIT, ബോസ്റ്റണിലുള്ള MIT ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സർവകലാശാലയാണ്. പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, പിന്നെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടൺ, ഇങ്ങനെയുള്ള പ്രധാന സർവകലാശാലകളിലൊക്കെ ഗൈഡഡ് ടൂറായിട്ട് പോയിട്ട് അവിടുത്തെ സിസ്റ്റംസ് എല്ലാം പഠിക്കുകയുണ്ടായി. ഈ പ്രഭാഷണ കലയിൽ എവിടെയൊക്കെയാണ് പോയി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളത്? ഏതായിരുന്നു പ്രഭാഷണത്തിൻ്റെ വിഷയങ്ങൾ കൂടുതലും? ഞാൻ എൻ്റെ പുസ്തകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ ഏരിയകളും ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഈ ദാമ്പത്യത്തിലെ സമകാലിക വെല്ലുവിളികൾ ചോദിക്കുമ്പോൾ ഒരു വൈദികൻ അതിനിങ്ങനെ ആഴത്തിൽ പഠിക്കുക, എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം? ഞാൻ വിവാഹിതനല്ല എങ്കിലും വിവാഹിതരായിട്ടുള്ള ഒത്തിരിയേറെ ആളുകളുമായിട്ട് സംവദിക്കാറുണ്ട്. അവരുടെ പ്രതിസന്ധികൾ, അവരുടെ വിഷമങ്ങൾ ഒക്കെ അവർക്ക് പിന്നെ തുറന്ന് സംസാരിക്കാൻ പറ്റി, വിശ്വസിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതൻ. എല്ലാ പിന്നെ അവരുടെ ജീവിതയാത്രയിലുള്ള തടസ്സങ്ങൾ, അവരുടെ പിന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവരെ അലട്ടുന്ന വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ നൊമ്പരങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഏറ്റവും പറ്റുന്ന ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതൻ. അപ്പം എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അവരുടെ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് കിട്ടിയിട്ടുള്ള അനുഭവം. അത് മാത്രമല്ല, പിന്നെ എൻ്റെ പുസ്തകങ്ങളുടെ എല്ലാം അനന്യത എന്ന് പറയുന്നത് പ്രചോദനാത്മക പുസ്തകങ്ങളാണ്. പോസിറ്റീവ് എനർജി വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമേ ഞാൻ എഴുതുള്ളൂ. അതല്ല, കാരണം നമ്മൾ പത്രങ്ങളിലൂടെ, നമ്മൾ ടെലിവിഷൻ ചാനലുകളിലൂടെ കിട്ടുന്നത് പൊതുവെ നെഗറ്റീവ് വാർത്തകൾക്കാണ് ആളുകൾ താല്പര്യം. അപ്പം അതുകൊണ്ട് ഈ ഒരു ബദൽ പോസിറ്റീവ് എനർജി ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്രോതസ് എന്ന നിലയിലാണ് എൻ്റെ ലേഖനങ്ങളെല്ലാം. എൻ്റെ ലേഖനങ്ങളെല്ലാം ഗവേഷണാത്മക ലേഖനങ്ങളാണ്.
ഞാൻ ജൽപ്പനങ്ങൾ കുറിക്കാറില്ല. എല്ലാം കോൺക്രീറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം ചെയ്തു തന്നെയാണ് കാര്യങ്ങൾ വളരെ ഗഹനമായിട്ട് ആ ഒരു വിഷയവുമായിട്ട്. ഇപ്പം ദാമ്പത്യമാണെങ്കിൽ ദാമ്പത്യത്തെ ഇപ്പം ക്യാൻസർ രോഗിയെ ചികിത്സിക്കുന്ന ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് അവർ ക്യാൻസർ രോഗികളല്ല, പക്ഷേ അവർ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയിട്ട് പഠിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേ പ്രിൻസിപ്പിൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്യും. അല്ല, ഈ മാധ്യമങ്ങൾ ചെയ്യുന്നു നാം ചെയ്യേണ്ടതും. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകരെ സംഭാവന ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. എന്താണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പുതിയ കാലത്തെ, പഴയ കാലവും പുതിയ കാലവും അച്ഛൻ ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ വാർത്താ ചാനലുകളുടെ, വാർത്താ സ്രോതസ്സുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാന കാരണം 24 മണിക്കൂർ ന്യൂസ് ചാനലുകളാണ്. ഞാനൊരു ജേർണലിസം അധ്യാപകനാണ് എങ്കിലും ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം പൈനീർ ചെയ്തിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ. വേറെ ഏതൊക്കെ മേഖല കമ്മിറ്റികളിലോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ബോർഡുകളിലാണ് നിലവിലുള്ളത്? ഞാൻ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് കൗൺസിൽ മെമ്പറാണ്. പിന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ജേർണലിസത്തിൻ്റെ ചെയർമാനാണ്. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ കരിക്കുലം ആൻഡ് റെഗുലേഷൻ കമ്മിറ്റി മെമ്പറാണ്. പിന്നെ കുറേ വർഷങ്ങളായിട്ട് പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏകജാലക സംവിധാനം അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കോർ കമ്മിറ്റി മെമ്പറാണ്. പിന്നെ ഞാൻ NSSൻ്റെ യൂണിവേഴ്സിറ്റി അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഈ കലാലയം പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മികച്ച നിലവാരം ഉറപ്പിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ പ്രിൻസിപ്പൽ പദവിയിലിരിക്കുന്ന താങ്കൾ ഈ മേഖലകളിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഈ മക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ ഈ 20 വർഷം അല്ലെങ്കിൽ 22 വർഷത്തെ എക്സ്പീരിയൻസിൽ മാറിയ ഈ പുതിയ ന്യൂ ജൻ കുട്ടികളെയും എങ്ങനെയാണ് അതിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് ആ മക്കൾ? ഞാൻ ഈ മക്കളുടെ പേരൻറ്റിങ്ങിനെ പറ്റിയാണ് കുറച്ച് പുസ്തകങ്ങൾ. പേരൻറ്റിങ് കാരണം ഈ കോളേജിലേക്ക്, അതായത് ഈ കോളേജ് മാത്രമല്ല, +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കലാലയത്തിലേക്ക് വരുന്ന കുട്ടികളുടെ റൂട്ടെല്ലാം അവരുടെ ഫാമിലിയിലാണ്. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്, ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ നിലപാട്, പ്രത്യയശാസ്ത്രം, ശീലങ്ങൾ, സ്വഭാവം ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ബാല്യകാലം, ശൈശവം, പിന്നെ കൗമാരം. അപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള അവരുടെ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ മാതാപിതാക്കൾ അവരുടെ തിരക്കിൽപ്പെട്ട് മറ്റ് സമ്മർദ്ദങ്ങളുടെ വഴിയിലൂടെ പോയിട്ട് കുട്ടികളെ വേണ്ട രീതിയിൽ കൊടുക്കേണ്ട ശിക്ഷണം കൊടുത്തിട്ടില്ല എങ്കിൽ കോളേജിലേക്ക് വരുന്ന കുട്ടികളെ മാറ്റിയെടുക്കാനായിട്ട് ഒത്തിരിയേറെ അധ്യാപികമാർക്ക് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് റൂട്ട് ശരിയാക്കുക, തുടങ്ങേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ഞാൻ പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്നത് എന്താണ്, പ്രചോദനാത്മകമായിട്ടുള്ള അനുഭവങ്ങളാണ് അവിടെ കുറിക്കുന്നത്. അപ്പോൾ മഹത് വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് നമ്മെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഉദ്ധരണികൾ, പിന്നെ സ്ഥിതിവിവരക്കണക്കുകൾ, പിന്നെ സ്വന്തം അനുഭവങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കിയിട്ടുള്ള വിനോദാത്മക, അതോടൊപ്പം തന്നെ വിവരം കൂടി കൊടുക്കുന്നതാണ്. രണ്ടും കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് എൻ്റെ എഴുത്തിൻ്റെ അനന്യത. ഈ മാറേണ്ട അധ്യാപകർ, വിദ്യാർത്ഥികൾ ഇങ്ങനെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകരങ്ങനെ അതിവേഗം മാറുമോ? കുട്ടികൾ മാറുന്നതിനനുസരിച്ചുള്ള ഒരു മാറ്റം അധ്യാപകരിൽ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് സാധിക്കുമോ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് എൻ്റെ ആ ചോദ്യം വരുന്നത്. എൻ്റെ ഈ കഴിഞ്ഞ 2002 മുതൽ ഈ കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ വിദ്യാർത്ഥികളോടൊപ്പമാണ്. ഞാൻ ഓഫീസിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. ഞാൻ കുട്ടികളുമായിട്ട് ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന ആളാണ്. ഇവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ച്, ഇവിടുത്തെ
രീതി അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് എല്ലാ അധ്യാപകരോടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുട്ടികളിൽ നിന്ന് അച്ചടക്കം ഉറപ്പാക്കേണ്ടത് അടിച്ചേൽപ്പിച്ചിട്ടല്ല, മറിച്ച് പേടിപ്പിച്ചിട്ടല്ല, ശിക്ഷിച്ചിട്ടല്ല, എല്ലാവരുടെയും മുമ്പിൽ അവരെ അധിക്ഷേപിച്ചിട്ടല്ല. നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുക, സഹയാത്രികനാകുക, സഹയാത്രികയാകുക. പൊതുവെ അധ്യാപകരെല്ലാം അവലംബിക്കുന്ന മാറും. കുട്ടികളെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് ഡിലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ. എല്ലാ അധ്യാപകർക്കും അവരോടാണ് താല്പര്യം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ്. അവർക്ക് അത്രയ്ക്കും പഠിക്കാൻ കഴിവില്ല, പക്ഷേ അച്ചടക്കമുള്ള കുട്ടികൾ, അവരോടും അധ്യാപകർക്ക് താല്പര്യമുണ്ട്. പക്ഷേ 3-4 വിഭാഗമുണ്ട്. ഡിഫിക്കൽട്ട്, പിന്നെ ഡൾ, പ്രശ്നക്കാരായിട്ടുള്ള. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള എല്ലാ അധ്യാപകർക്കും കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണ്? ഡിലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ വെറും ഫെസിലിറ്റേറ്ററായിട്ട് മാത്രം നിലകൊണ്ടാൽ മതി. അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ബോധ്യങ്ങളുണ്ട്. രണ്ടാമത്തേതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ആയിട്ടുള്ള ആളുടെ അടുത്ത് ഗൈഡാകുക. അവർ തിരുത്തലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെ നിരീക്ഷണത്തിലാക്കുക, സംയോജിതമായ തിരുത്തലുകൾ കൊടുക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഡിഫിക്കൽട്ടായിട്ടുള്ള, ഡള്ളായിട്ടുള്ള. ഇപ്പോൾ ടു ദ ഡിഫിക്കൽട്ട് ബി എ ഫ്രണ്ട്, ഒരു സുഹൃത്താകുക. അവന് അല്ലെങ്കിൽ അവൾക്കൊരു ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്റോറി അല്ലെങ്കിൽ ഹെയർ സ്റ്റോറി, ഒന്നെങ്കിൽ ഫാമിലി. അപ്പോൾ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് എല്ലാം തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു റപ്പോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുമായിട്ട് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ അല്ലെങ്കിൽ അവളോട് താല്പര്യമുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കൂടെ ഉണ്ടാവുന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഒരു ലഹരിയുടെ ഒരു വലിയ വലയമാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും ഇങ്ങനെ കുട്ടികളെയൊക്കെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാലഘട്ടത്തിൽ ലഹരി ഒരു കുറ്റമല്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് കുട്ടികളുടെ മനസ്സ് മാറുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്താണ് അക്കാര്യത്തിൽ ഫാദർ ഫ്രാൻസിസിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ലഹരി ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് ഡ്രഗ്സ്. അത് സ്കൂൾ തലത്തിലെ കുട്ടികൾ ആ കെണിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കലാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കലാലയത്തിൽ ഉള്ള അധ്യാപകരെക്കാൾ കൂടുതൽ, അവരുടെ മാതാപിതാക്കളെക്കാൾ കൂടുതലായിട്ട് നവതലമുറയിലുള്ള കുട്ടികളെ സ്വാധീനിക്കുന്നത് അവരുടെ സഹപാഠികളാണ്. പിയർ പ്രഷർ. രണ്ടാമതായിട്ട് ഈ പ്രായം 17 മുതലുള്ള പ്രായം, +2 കഴിഞ്ഞിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് അത് സാഹസത്തിൻ്റെ പ്രായമാണ്, അഡ്വഞ്ചർ, എക്സ്പെരിമെൻറ്റേഷൻ്റെ പ്രായമാണ്, പരീക്ഷണത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ത്രില്ല് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന ഒരു ക്ഷണത്തോടു കൂടിയിട്ടാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പക്ഷേ അതൊരു കെണിയായിട്ട് മാറുന്നു. അപ്പം അതിനാൽ നമ്മൾ ഈ കലാലയത്തിൽ വരുന്ന എല്ലാ കുട്ടികളുടെയും സുരക്ഷിതത്വം നമ്മൾ ധാർമ്മികമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ കലാലയത്തിൽ പിന്നെ ഒത്തിരിയേറെ കുട്ടികൾ 90% കൂടുതൽ മാർക്കുള്ള കുറേ അധികം കുട്ടികൾ ഈ കോളേജിൽ, എയ്ഡഡ് കോളേജിലും ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. എന്നിട്ടും ഫീസ് കൊടുക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും ഈ കോളേജ് ചൂസ് ചെയ്യാനുള്ള കാരണം ഇത് സുരക്ഷിതമായിട്ടുള്ളൊരിടമാണ്. ഇവിടെ നമ്മൾ കുട്ടികളെ മാതാപിതാക്കൾ എങ്ങനെയാണോ നിരീക്ഷണ വലയത്തിലാക്കി അവർ അപകടത്തിൽപ്പെടാതെ സൂക്ഷ്മതയോടെ അവരെ നോക്കുന്നത്, അതേ തീവ്രതയോടെ, അതേ ആത്മാർത്ഥതയോടെ, അതേ പ്രതിബദ്ധതയോടെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രിൻസിപ്പൾ മുതൽ ക്ലാസ് ടീച്ചർ വരെ എല്ലാവരും ഇൻവോൾവാണ്. അപ്പം അതുകൊണ്ട് ഒരു അച്ഛനും അമ്മയ്ക്കും മകളുടെ ശരീരഭാഷയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ ഈ കലാലയത്തിലുള്ള ഓരോ കുട്ടിയെയും വ്യക്തിപരമായിട്ടറിയാവുന്ന തലത്തിലേക്ക് അധ്യാപകർ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷനാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെയുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞ്
ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ കലാലയം മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ സമയം നമ്മുടെ തീരുകയാണ്. ഫാദർ ഫ്രാൻസിസ് അവസാനം പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ തൊടുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഒരു ക്യാമ്പസിലെ മേലധികാരിയും ഇത്ര ആർജവത്തോടെ മാതാപിതാക്കൾ നോക്കുന്നത് പോലെ മക്കളെ ഞങ്ങൾ നോക്കും എന്ന് ഇത്ര ആർജവത്തോടെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് അറിയും, പലരും പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളാണ് കൂടുതൽ അറിയേണ്ടത്, എപ്പോഴും രക്ഷിതാക്കളോട് അങ്ങനെ പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് വേറിട്ട വഴിയാണ്, വേറെ ചിന്തയാണ്. പ്രിൻസിപ്പൽ മുതൽ അധ്യാപകർ വരെയുള്ള അവരുടെ ഒരു ശൃംഖല മുഴുവൻ ഈ മക്കളുടെ ചലനങ്ങൾ പോലും നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അടിച്ചും പേടിപ്പിച്ചുമല്ല മക്കളെ വളർത്തേണ്ടത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. ഡോൺ ബോസ്കോ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു യാത്ര, അതിനെ 2 പതിറ്റാണ്ടിലേറെയായി നയിക്കുന്ന ഡോൺ ബോസ്കോ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ്, അദ്ദേഹത്തിലൂടെ ഒരു സഞ്ചാരം. ഈ സമയം കൊണ്ട് തീരില്ല, പക്ഷേ സമയപരിമിതി നമുക്കുണ്ട്. ഇത് പ്രേക്ഷകർക്ക് പുതിയ ചില ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. കാരണം ആധുനിക കാലഘട്ടത്തിൽ മാറുന്ന കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു ക്യാമ്പസ്, അതോടൊപ്പം തന്നെ കുട്ടികളെ ചേർത്തു പിടിക്കുന്ന മനസ്സുള്ള ഒരു അധ്യാപക ശൃംഖല, പിന്നെ സുരക്ഷിതമായൊരിടം. ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പകുതി കുട്ടികളും ഇതേ ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സുരക്ഷിതത്വം എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. അച്ചടക്കമുണ്ട്, നല്ല പഠന വഴികളുണ്ട്. ഇത് പ്രേക്ഷകർക്ക് ഒരു പാഠപുസ്തകമായി മാറണം. ഡോൺ ബോസ്കോ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് നമ്മുടെ ഹൃദയത്തിൽ പതിയണം. നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഈ സ്ഥാപനം നമ്മുടെ മനസ്സിൽ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു ചിന്ത ഡോൺ ബോസ്കോ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കടന്നു പോകണം. ഏറെ വിലപ്പെട്ട സമയമാണ് പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് നമുക്ക് നൽകിയത്. അദ്ദേഹത്തിനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ.